അടൂർ പറഞ്ഞത് ദളിതരും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളും സ്ത്രീകൾക്കും പ്രത്യേക പരിശീലനം നൽകണമെന്ന് മാത്രമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്നല്ല അടൂർ അന്ന് പ്രസംഗിച്ചത്. അത് നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് ജെ.സി. ഡാനിൽ അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് പറഞ്ഞത്? പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണത്. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു നിങ്ങൾ വൺ സൈഡായിട്ട് സംസാരിക്കുക, ഒരു ഏകപക്ഷീയമായി സംസാരിക്കുക. അതായത് പ്രതിഷേധ സമയത്ത് തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, വ്യക്തമായ സ്ക്രീനിങ് നടത്തിയതിനു ശേഷമാണ് ഈ പണം അനുവദിക്കുന്നത്. 4 ഘട്ട സ്ക്രീനിങ്ങുകൾ നടത്തിയിട്ടാണ് സ്ത്രീകൾക്കും ദളിതർക്കും ഈ പണം അനുവദിക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ അവിടെ മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു ഇൻസെന്റീവായിട്ടുള്ളൊരു ട്രെയിൻ കൊടുക്കണമെന്ന് പറയുന്നത് അതൊരു അറിവില്ലായ്മയുടെ ഭാഗമല്ലേ? ഒരിക്കലുമല്ല. നിങ്ങൾ പറയുന്ന അറിവില്ലായ്മ. കാരണം സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് സിനിമ എന്ന് പറയുന്നത് പ്രഭാഷണമല്ല. ഒരു 1.5 കോടി രൂപ ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്ക് സർക്കാർ വെറുതെ അങ്ങ് കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അവരതിന് ക്വാളിഫൈഡ് ആണ് എന്ന് മനസ്സിലാക്കി സർക്കാർ പണം കൊടുക്കും. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ സഖാവ് പിണറായിയുടെ കഴിഞ്ഞ ഭരണകാലത്ത് സഖാവ് A.K. ബാലൻ സാംസ്കാരിക ഉപമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ഡിസ്കസ് ചെയ്ത വ്യക്തികൾ ഒരാൾ അടൂർ ഗോപാലകൃഷ്ണനാണ്. അത് അടൂർ ഗോപാലകൃഷ്ണൻ കൂടെ ചേർന്നാണ് ഈ ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിയാതെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾ മീഡിയ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു മീഡിയയായി ഇത് വഷളാക്കിയത്. ശരിക്കും പറഞ്ഞു അവരുടെ വേദന കൂടി പറയാം. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ദളിതരെയും വനിതകളെ അവമാനിച്ചു. അത് എവിടെ അവമാനിച്ചത്? അങ്ങനെ പറഞ്ഞ് നിങ്ങളാണ് ആദ്യം ഇതിന് തിരികൊളുത്തത്. വളരെ തെറ്റാണ് നിങ്ങളുടെ ഈ പോക്ക്. എൻ്റെ തുറന്നു പറയുകയാണ്, വളരെ തെറ്റാണ്. അത് റിപ്പോർട്ട് ചെയ്തത് തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് അവമാനിച്ചു. നിങ്ങൾ കൂടുതൽ പറഞ്ഞോട് തർക്കിക്കണ്ട. തെറ്റായിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ അത് നിങ്ങൾ മര്യാദ പഠിക്കുക. പത്രക്കാരൻ പറഞ്ഞാൽ എന്ത് പോക്കൃത്തിനെ കാണിയാണ് വിചാരിക്കുന്നത്. അതെ, അത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഞാനല്ല. അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കാൻ പറ്റൂ. എനിക്ക് എൻ്റെ നാവ് കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. എൻ്റെ മനസ്സുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇങ്ങനെ എടുത്ത 4 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 4 പടങ്ങൾ. ഒരു പടം കണ്ടിട്ടും ഒരു പടത്തിലും 1.5 കോടി രൂപ മുടക്കിയത് എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ തുറന്നു പറയുക. കാരണം ഇതാരെയും അതവർ പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ തിരിമറി നടത്തിയോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ചിത്രം കണ്ടാൽ ഒരു 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് തോന്നുകയില്ല. എന്നറിയോ, 26 പടം വെറുതെ വർത്തമാനം പറയല്ല. 26 പടം സ്വന്തം പൈസ കടമങ്ങിയ പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് അടൂർ ബാലകൃഷ്ണൻ. സംസ്ഥാനത്തോ 26 പടം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ 26 സിനിമ നിർമ്മിച്ചവനാണ്. ഫീച്ചർ ഫിലിം 42 ഡോക്യുമെൻ്ററി നിർമ്മിച്ചവനാണ്. എനിക്കറിയാം ഒരു പടം കണ്ടാൽ എത്ര രൂപ കോസ്റ്റായിട്ടാണെന്ന്. പക്ഷേ 1.5 കോടി രൂപ വില 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഈ അങ്ങോട്ട് 4 പടത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. ഇല്ല, ഒരിക്കലും എനിക്ക് തോന്നിയില്ല. സത്യമല്ല. കാരണം ഞാനൊരു സാധാരണ വഴി നടക്കുന്ന വഴിപോക്കല്ലോ. എൻ്റെ 60ാമത്തെ കൊല്ലം ആ സിനിമയിൽ, 60th ഇയർ ആ സിനിമയിൽ. ഒരിക്കലും അല്ല. മന്ത്രി പറയാം, മന്ത്രി പിന്നെ 1.5 രൂപ കൊടുത്ത് പോയി മോശമെന്ന് പറയുന്നത്. സഹായം തീർച്ചയായിട്ടും കൊടുക്കണം. കുറെ കൂടെ 3 കോടി കൊടുക്കാം. എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 1.5 കോടി മുടക്കി എന്നെനിക്ക് തോന്നാത്തതെന്ന് ചോദിച്ചാൽ
അത് പരിചയക്കുറവ്. അടൂർ അന്ന് ആ വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എന്ന് പറയുന്ന ചലച്ചിത്ര പിന്നണി രംഗത്തുള്ള ഒരാളുടെ ഒരു പ്രതിഷേധം കണ്ടു. അവരെ വളരെയധികം മോശമാക്കുന്ന തരത്തിലാണ് അടൂർ പിന്നീട് പറഞ്ഞത്. അതിനോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അവർ ആരാണെന്ന് എനിക്ക് ലോകോത്തര ബുദ്ധിമതിയോ ഭാവനാശാലിയോ ആയിരിക്കാം. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗം തീരുന്ന പ്രസംഗത്തിന് ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അവർക്ക് സംസാരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം, എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞാൽ എന്ന് പറയാം, അത് ന്യായമാണ്. പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വിലയാണ്, അത്രയുണ്ട്. അത് ആളായാലും അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത്? അതുവരെ ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു.